ഭൗമരാഷ്ട്രീയ ചരിത്ര വഴികളിൽ സൈനിക ശക്തി കൊണ്ടും തന്ത്രപരമായ നീക്കങ്ങൾ കൊണ്ടും എന്നും ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായിരുന്ന രാജ്യമാണ് റഷ്യ. എന്നാൽ സമീപകാലത്തായി ആധുനിക യുദ്ധതന്ത്രങ്ങളെയും പ്രതിരോധ സങ്കല്പങ്ങളെയും പൂർണ്ണമായി മാറ്റിമറിക്കുന്ന തരത്തിലുള്ള അതിമാരകമായ ആയുധ ശേഖരമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നേതൃത്വത്തിൽ ക്രെംലിൻ വികസിപ്പിച്ചെടുത്തത്. ഒരു ബട്ടൺ അമർത്തുന്നതിലൂടെ ലോകരാഷ്ട്രങ്ങളെ ഒന്നടങ്കം മുട്ടുകുത്തിക്കാൻ കെൽപ്പുള്ള വിനാശകരമായ സൂപ്പർ ആയുധങ്ങൾ കേവലം ഒരു യുദ്ധം ചെയ്യിക്കാൻ വേണ്ടി മാത്രമല്ല നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്, മറിച്ച് ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശത്തെ മുഴുവനായി പൂമുഖത്ത് നിന്ന് നിമിഷങ്ങൾക്കകം ഇല്ലാതാക്കാൻ ശേഷിയുള്ളവയാണ്. ശാസ്ത്ര സാങ്കേതിക കഥകളിലെയും ലോകാവസാനത്തെക്കുറിച്ചുള്ള ഹോളിവുഡ് സിനിമകളിലെയും ഭാവനകളെ പോലും വെല്ലുന്ന സാങ്കേതിക വിദ്യകളാണ് റഷ്യൻ ആണവ ശാസ്ത്രജ്ഞർ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. വൻശക്തികൾ തമ്മിലുള്ള സാങ്കേതിക മത്സരത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയും നാറ്റോ സഖ്യവും വികസിപ്പിച്ച പ്രതിരോധ കവചങ്ങളെ നിഷ്പ്രഭമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റഷ്യ ഈ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നത്. ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനി ഡ്രോണുകൾ, റിയാക്ടർ നിയന്ത്രിത ക്രൂയിസ് മിസൈലുകൾ, ശബ്ദത്തെക്കാൾ എത്രയോ ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് ആയുധങ്ങൾ, ബഹിരാകാശ യുദ്ധ സംവിധാനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. റഷ്യയുടെ ആയുധപ്പുരയിലെ ഏറ്റവും നിഗൂഢവും ഭീതിജനകവുമായ ആയുധങ്ങളിൽ ഒന്നാണ് പൊസൈഡൻ. ഗ്രീക്ക് പുരാണങ്ങളിലെ സമുദ്രദേവന്റെ പേര് നൽകപ്പെട്ടിരിക്കുന്ന ഈ ആയുധം യഥാർത്ഥത്തിൽ ഒരു അന്ത്യവിധി ആയുധം തന്നെയാണ്. ഒരു ചെറിയ സബ്മറൈന്റെ വലിപ്പമുള്ള ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അണ്ടർ വാട്ടർ ഡ്രോണാണിത്. കൃത്രിമ ബുദ്ധി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പൊസൈഡൻ പ്രവർത്തിക്കുന്നത്. മനുഷ്യ നിയന്ത്രണമില്ലാതെ തന്നെ സമുദ്രത്തിന്റെ ആഴങ്ങളിലൂടെ ആയിരക്കണക്കിന് മൈലുകൾ സഞ്ചരിക്കാൻ ഇതിന് കഴിയും. പരമ്പരാഗത ടോർപിഡോകളെക്കാൾ എത്രയോ ഇരട്ടി വേഗതയും ആഴവും കൈവരിക്കാൻ ഇതിന്റെ ആണവ റിയാക്ടറിന് സാധിക്കും. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഒരു സോണാർ സംവിധാനത്തിനും ഇതിന്റെ സാന്നിധ്യം കണ്ടെത്തുക എളുപ്പമല്ല. കടലിനടിയിലൂടെ സഞ്ചരിച്ച് ശത്രുരാജ്യങ്ങളുടെ തീരദേശങ്ങൾ എത്തി പൊട്ടിത്തെറിക്കുക എന്നതാണ് ഇതിന്റെ ദൗത്യം. ഈ സ്ഫോടനത്തിന്റെ ഫലമായി കടലിൽ നൂറുകണക്കിനടി ഉയരമുള്ള റേഡിയോ ആക്റ്റീവ് അവശിഷ്ടങ്ങൾ നിറഞ്ഞ വൻ സുനാമി തിരമാലകൾ രൂപപ്പെടും. ഈ തിരമാലകൾ തീരദേശ നഗരങ്ങളെയും നാവിക താവളങ്ങളെയും പൂർണ്ണമായി തുടച്ചു നീക്കുക മാത്രമല്ല, ആ പ്രദേശത്തെ പതിറ്റാണ്ടുകളോളം മനുഷ്യവാസത്തിന് യോഗ്യമല്ലാത്ത വിധം റേഡിയേഷൻ ബാധിക്കുകയും ചെയ്യും. 2002 അമേരിക്കൻ ആന്റിബാലിസ്റ്റിക് മിസൈൽ കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറിയതോടെ പ്രതികരണമായാണ് റഷ്യ വിനാശകരമായ സാങ്കേതികവിദ്യ വികസിപ്പിക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ മാസം ഇതിനെ വിജയകരമായ പരീക്ഷണം സ്ഥിരീകരിച്ച പുടിൻ പറഞ്ഞത് ഇതിനെ തടയാൻ ലോകത്തൊരു പ്രതിരോധ സംവിധാനത്തിനും കഴിയില്ല എന്നാണ്. ആകാശത്ത് റഷ്യ വിധിക്കാൻ പോകുന്ന മറ്റൊരു ഭീതിയാണ് 9M730 ബുറേവെസ്റ്റിനിക് ക്രൂയിസ് മിസൈൽ. നാറ്റോ സഖ്യം ഇതിനെ സ്കൈഫോൾ എന്ന് വിളിക്കുമ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ ഇതിന് നൽകിയിരിക്കുന്ന പേര് പറക്കുന്ന ചെർണോബിൽ എന്നാണ്. ഈ മിസൈലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് ദൂരപരിധി ഇല്ല എന്നതാണ്. ഒരു ചെറിയ ആണവ റിയാക്ടറാണ് ഇതിന് എഞ്ചിൻ കരുത്ത് പകരുന്നത്. വിക്ഷേപിച്ചതിന് ശേഷം ദിവസങ്ങളോ ആഴ്ചകളോ വായുവിൽ തുടരാനും ഭൂമിയെ പലതവണ വലം വെക്കാനും ഇതിന് സാധിക്കും. ശത്രു രാജ്യങ്ങളുടെ പ്രതിരോധ റഡാറുകളെ വെട്ടിച്ച് അവർ പ്രതീക്ഷിക്കാത്ത ദിശയിലൂടെ വന്ന് ആക്രമണം നടത്താൻ ഇതിന് കഴിയും. ഈ മിസൈലിന്റെ വികസനം അത്ര സുഗമമായിരുന്നില്ല. 2019 റഷ്യയിലെ ഒരു പരീക്ഷണ കേന്ദ്രവുമായി വൻ അപകടത്തിൽ നിരവധി പ്രമുഖ ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെടുകയും അന്തരീക്ഷത്തിലേക്ക് വൻതോതിൽ റേഡിയേഷൻ പുറന്തള്ളപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് റഷ്യ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോയി. ഒക്ടോബറിൽ നടന്ന പരീക്ഷണത്തിൽ ഈ മിസൈൽ മണിക്കൂറുകളോളം വിജയകരമായി പറന്ന് 87,000 മൈൽ ദൂരം പിന്നിട്ടതായി റഷ്യൻ ജനറൽ അവകാശപ്പെടുകയുണ്ടായി. യുദ്ധം കേവലം ഭൂമിയിലും കടലിലും മാത്രമായി ഒതുങ്ങുന്നില്ല, മറിച്ച് അത് ബഹിരാകാശത്തേക്ക് വ്യാപിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് റഷ്യയുടെ പുതിയ ബഹിരാകാശ ആയുധങ്ങൾ. 2022 ഫെബ്രുവരിയിൽ റഷ്യ വിക്ഷേപിച്ച കോസ്മസ് 2553 എന്ന ഉപഗ്രഹം സാധാരണ ഒരു ഗവേഷണ ഉപഗ്രഹമല്ലെന്ന് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ വ്യക്തമാക്കുന്നു. ഈ ഉപഗ്രഹം ഒരു ഉപഗ്രഹ വിരുദ്ധ ആണവായുധത്തിന്റെ പ്രോട്ടോടൈപ്പ് ആണെന്നാണ് കരുതപ്പെടുന്നത്. ബഹിരാകാശത്തെ നിശ്ചിത ഭ്രമണപഥത്തിൽ വെച്ച് ഒരു ആണവ സ്ഫോടനം നടത്തിയാൽ ഉണ്ടാകുന്ന വൈദ്യുത കാന്തിക തരംഗങ്ങൾ വഴി ശത്രു രാജ്യങ്ങളുടെ ആശയവിനിമയ ഉപഗ്രഹങ്ങളെ തകർക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. വിമാനങ്ങൾ, കപ്പലുകൾ, സൈനിക താവളങ്ങൾ എന്നിവ തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും. ബാങ്കിംഗ് സേവനങ്ങൾ, ഇന്റർനെറ്റ്, പവർ ഗ്രിഡുകൾ എന്നിവ നിമിഷങ്ങൾക്കകം നിശ്ചലമാകും. ഭ്രമണപഥത്തിൽ ആണവായുധങ്ങൾ നിരോധിക്കാനുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തെ റഷ്യ തങ്ങളുടെ വീറ്റോ അധികാരം ഉപയോഗിച്ച് തടഞ്ഞത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നു. റഷ്യയുടെ പരമ്പരാഗതവും അത്യാധുനികമായ ആണവശേഷിയുടെ ഏറ്റവും വലിയ പ്രതീകമാണ് RS-28 സാർമാറ്റ്. നാറ്റോ സഖ്യം ഇതിനെ സാത്താൻ 7 എന്ന ഭീതിയോടെ വിശേഷിപ്പിക്കുന്നു. മുൻപുണ്ടായിരുന്ന വോയേവോഡ മിസൈലുകൾക്ക് പകരമായാണ് ഇത് നിർമ്മിക്കുന്നത്. 200 ടണ്ണിലധികം ഭാരമുള്ള ഈ സൂപ്പർ ഹെവി ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന് ഒരേ സമയം ഒന്നിലധികം ആണവ യുദ്ധശിരസുകൾ വഹിക്കാൻ കഴിയും. അതായത് ഒരൊറ്റ മിസൈൽ ഉപയോഗിച്ച് വ്യത്യസ്ത ദിശകളിലുള്ള 10-12 നഗരങ്ങളെ ഒരേ സമയം ലക്ഷ്യമിട്ട് തകർക്കാൻ ഇതിന് കഴിയും. അല്ലെങ്കിൽ ടെക്സസ് പോലുള്ള വലിയൊരു ഭൂപ്രദേശത്തെ മുഴുവനായി നശിപ്പിക്കാൻ ഒരൊറ്റ സാത്താൻ 7 മിസൈൽ മതിയെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. സാധാരണ
സാധാരണ മിസൈലുകൾ സഞ്ചരിക്കുന്ന പാതകളിൽ നിന്ന് വ്യത്യസ്തമായി ദക്ഷിണധ്രുവത്തിന് മുകളിലൂടെ സഞ്ചരിക്കാൻ സർമാറ്റിന് കഴിയും. അമേരിക്കയുടെയും യൂറോപ്പിന്റെയും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഭൂരിഭാഗവും വടക്കൻ ധ്രുവങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങളെ ചെറുക്കാൻ തക്കവണ്ണമാണ്. അതിനാൽ തികച്ചും അപ്രതീക്ഷിതമായ കോണിലൂടെ വരുന്ന സാത്താൻ 7 മിസൈലുകളെ കണ്ടെത്താനോ തടുക്കാനോ നിലവിലെ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ച റഷ്യ ഇതിന്റെ പുതിയ പതിപ്പ് വിജയകരമായി പരീക്ഷിച്ചതായും ഈ വർഷം അവസാനത്തോടെ ഇത് സജ്ജാതമാകുമെന്ന് പുടിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിർമ്മിച്ചിരിക്കുന്നത് മിസൈലുകളുടെ വേഗതയും അവയുടെ സഞ്ചാരപഥവും കണക്കുകൂട്ടി അവയെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ വെടിവെച്ചിടാനാണ്. എന്നാൽ റഷ്യ വികസിപ്പിച്ചെടുത്ത ഹൈപ്പർസോണിക് ആയുധങ്ങൾ ഈ പ്രതിരോധ തത്വങ്ങളെ മുഴുവൻ അപ്രസക്തമാക്കി. ഈ ആയുധങ്ങളുടെ അതിവേഗതയും സഞ്ചാരപഥം മാറ്റാനുള്ള ശേഷിയും കാരണം ഇവ വരുന്നത് തിരിച്ചറിയുമ്പോഴേക്കും ലക്ഷ്യസ്ഥാനം തകർക്കപ്പെട്ടിരിക്കും. ശത്രുവിന് പ്രതികരിക്കാൻ പോലും സമയം ലഭിക്കില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ആക്രമണ ആയുധങ്ങൾ മാത്രമല്ല, തങ്ങളെ ലക്ഷ്യമിട്ട് വരുന്ന ആയുധങ്ങളെ തകർക്കാനുള്ള പ്രതിരോധ സംവിധാനങ്ങളും റഷ്യ സജ്ജമാക്കിയിട്ടുണ്ട്. ഇതൊരു അതീവ രഹസ്യ ലേസർ ആയുധമാണ്. ശത്രുരാജ്യങ്ങളുടെ ചാര ഉപഗ്രഹങ്ങളെയും ഡ്രോണുകളെയും ശക്തമായ ലേസർ രശ്മികൾ ഉപയോഗിച്ച് അന്തമാക്കാൻ ഇതിന് കഴിയും. റഷ്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ ചോരാതിരിക്കാൻ ഇവ കാവലായി പ്രവർത്തിക്കുന്നു. റഷ്യയുടെ ഏറ്റവും പുതിയ വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനമാണിത്. ഭൂമിക്ക് പുറത്തുള്ള ബഹിരാകാശ പാളികളിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലുകളെയും ഉപഗ്രഹങ്ങളെയും വരെ തടയാൻ ശേഷിയുള്ളതാണ് S-500. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രതിരോധ കവചമായാണ് റഷ്യ ഇതിനെ ഉയർത്തിക്കാട്ടുന്നത്. റഷ്യയുടെ ആയുധ നിർമ്മാണ പരമ്പര ലോകത്തെ വീണ്ടും ഒരു കടുത്ത ശീതയുദ്ധത്തിലേക്കും ആണവയുദ്ധം ഭീതിയിലേക്കും തള്ളിവിട്ടിരിക്കുകയാണ്. നവംബർ 6-ന് പുടിൻ നൽകിയ കർശന മുന്നറിയിപ്പ് ഇതിന്റെ ആഴം വ്യക്തമാക്കുന്നു. ഒക്ടോബറിൽ അമേരിക്ക തങ്ങളുടെ ആണവ പരീക്ഷണങ്ങൾ 30 വർഷങ്ങൾക്ക് ശേഷം പുനരാരംഭിക്കാൻ ഉത്തരവിട്ടതിന് പിന്നാലെയാണ് അമേരിക്ക വീണ്ടും ഒരു ആണവ പരീക്ഷണത്തിന് മുതിർന്നാൽ റഷ്യയും അതിന് സമാനമായ രീതിയിൽ തിരിച്ചടിക്കുമെന്ന് പുടിൻ വ്യക്തമാക്കിയത്. നിലവിൽ ആർട്ടിക് മേഖലയിലെയും നോവായ സെലിംകയിലെയും റഷ്യൻ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ അമേരിക്കൻ നിരീക്ഷണ ഏജൻസികൾ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിച്ചു വരുന്നത്. ഇവിടെ ഏത് സമയത്തും ഒരു വൻ പരീക്ഷണം നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം യൂറോപ്യൻ രാജ്യങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ട് റഷ്യൻ ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും തുടർച്ചയായി കടന്നുകയറുന്നത് നാറ്റോ സഖ്യത്തെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുമുണ്ട്. തങ്ങളുടെ അതിർത്തി ലംഘിക്കുന്ന റഷ്യൻ വിമാനങ്ങളെ വെടിവെച്ചിടുമെന്ന് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും മുന്നറിയിപ്പ് നൽകിയപ്പോൾ അത് തങ്ങളുടെ നേരിട്ടുള്ള യുദ്ധത്തിന് കാരണമാകുമെന്നാണ് ക്രെംലിൻ മറുപടി നൽകിയത്. വ്ളാഡിമിർ പുടിൻ വികസിപ്പിച്ചെടുത്ത ഈ സൂപ്പർ ആയുധങ്ങൾ കേവലം സൈനിക ശക്തി പ്രകടനങ്ങൾ മാത്രമല്ല, മറിച്ച് ആഗോള ശക്തി സമവാക്യങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള കൃത്യമായ തന്ത്രങ്ങളാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച മനുഷ്യരാശിയുടെ നന്മയ്ക്കായി ഉപയോഗിക്കേണ്ടതിന് പകരം പരസ്പരം നശിപ്പിക്കാനുള്ള ആയുധങ്ങളായി മാറ്റപ്പെടുന്നത് അത്യധികം അപകടകരമായ ഒരു പ്രവണതയാണ്. 1962 ക്യൂബിൻ മിസൈൽ പ്രതിസന്ധിക്ക് ശേഷം ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു ആണവ ദുരന്തത്തിന്റെ വക്കിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിലുള്ള നയതന്ത്ര ചർച്ചകളിലൂടെയും സമാധാന ശ്രമങ്ങളിലൂടെയും ഈ ആയുധ മത്സരത്തിന് വിരാമം കുറിച്ചെങ്കിലും ഈ സൂപ്പർ ആയുധങ്ങളിൽ ഒന്നിന്റെയെങ്കിലും ഒരു ചെറിയ പിഴവ് പോലും ഭൂമിയുടെയും മനുഷ്യവർഗത്തിന്റെയും സമ്പൂർണ്ണ നാശത്തിന് കാരണമായേക്കാം. ഭയത്താൽ അധിഷ്ഠിതമായി സമാധാനം എത്രനാൾ തുടരുമെന്ന് വരും നാളുകളിലെ രാഷ്ട്രത്തലവന്മാരുടെ തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കും.